ഹലോ, എല്ലാവർക്കും നല്ല നമസ്കാരം. ദ വെരി വോം വെൽക്കം ടു ദി ബെസ്റ്റ് എവർ മലയാളി. ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടൈമായി. എന്തുകൊണ്ടിട്ടാണ് ഈ ഇൻട്രോ പറയാൻ പറ്റാത്തതെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടേ ഉണ്ട്, ഒത്തിരി തവണ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ് സോറിയാണ്. എന്തുകൊണ്ടാണ് ഈ സോറി? കാര്യം നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു ലവ് ആൻഡ് സപ്പോർട്ട്, അത് ഇന്ന് ഞാനിരുന്ന് എൻ്റെ പഴയ വീഡിയോസ് കാണാൻ നേരത്ത് മറ്റു പലർക്കും തോന്നിയിട്ടുള്ള പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തായിരുന്നു. പക്ഷേ ഈ ഒരു തോട്ട് പ്രോസസ്സാണ് എന്നെ പിന്നീട് അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാര്യമായത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും വിചാരിച്ചു, ഓക്കെ, നമുക്ക് ഇത്തിരി കൂടി നല്ലൊരു ക്വാളിറ്റി കൊടുക്കണം, ഇത്തിരി നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ തവണ വീഡിയോസ് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഞാൻ അപ്പ് ചെയ്യുന്ന മുന്നേ ഒന്നുകൂടി കാണും. കണ്ടു കഴിയാൻ നേരത്തെ എനിക്ക് പറയും, എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഇങ്ങനെ വിചാരിച്ച് ഒരു കണ്ടൻറ്റും ഒരിക്കൽ പോലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനത് വിചാരിക്കുന്നില്ല. കാര്യം ഞാനിപ്പോൾ ഇടുന്ന ഈ ഒരു കണ്ടൻറ്റ് അത്ര മഹത്കരമായ കണ്ടൻറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കാൻ നേരത്ത് എനിക്ക് കാണാൻ പറ്റും ഞാൻ വന്ന വഴികൾ, എനിക്കുണ്ടായ ചേഞ്ചസ്, അതെല്ലാം ഇതിവിടെ വീഡിയോ ഡോക്യുമെൻ്റായിട്ട് ഉള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എനിക്ക് തന്ന ആ അൺകണ്ടീഷണൽ ലവ് ഉണ്ടല്ലോ, അതിനോടുള്ളൊരു ജസ്റ്റിസും കൂടിയിട്ടാണ്. കാര്യം എൻ്റെ ഒരു ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷനും എൻ്റെ ഒരു ലൈഫിൻ്റെ ജേണിയും ഒരു സ്മാർട്ടായിട്ടുള്ള ചേഞ്ചസും ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ പോകുന്ന ചെറിയ വഴികളിൽ ഞാൻ കാണുന്ന നല്ല നല്ല കാഴ്ചകൾ, എനിക്ക് അത് എത്രമാത്രം നന്നായിട്ട് വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ അത് അപ്ലോഡ് ചെയ്യണം. ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും, ചിലപ്പോൾ കണ്ടൻറ്റിൻ്റെ വാല്യൂ കുറവായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് തന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു യൂട്യൂബിൽ ചെറുത് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബേസിനോട് ഞാൻ കാണിക്കുന്ന ജസ്റ്റിസ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. ഇതിൽ പിന്നെയും പഴയ പോലെ തന്നെ എൻ്റെ കണ്ടൻറ്റിന് ക്വാളിറ്റി കുറവായിരിക്കാം, ആ ഒരു പിക്ചറൈസേഷൻ ചിലപ്പോൾ അത്ര നന്നായിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനത് അപ്ലോഡ് ചെയ്തിടും ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ കാണും എന്ന് എനിക്കറിയാം. അല്ല എന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി സ്കിപ്പ് ചെയ്ത് കളയുക. കാര്യം പണ്ടൊരിക്കലും ഇതൊരു നെസസിറ്റി ആയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇതൊരു പ്യുവറായിട്ടുള്ള സന്തോഷമാണ് ഗൈസ്. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം കാണിക്കുന്നു, ഷെയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഞാൻ വാചക കസരത്ത് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. ഈ ബർഗർ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പോർക്ക് വെച്ചിട്ടുള്ള ബർഗറാണ്. അത് സൂപ്പറായിരുന്നു എന്നാണ് എൻ്റെ പുതിയ ഫ്രണ്ടാണിത്, ചാരു. ആൻഡ് എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അതാണ് ആതിര. നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യുന്നത് ഇവരുടെ ബാക്ക് യാർഡിലാണ് ചെയ്യുന്നത്. പിന്നെ മീനിന് വേണ്ടി സ്പെഷ്യലായിട്ട് സാമൺ വെച്ചിട്ട് ഹൈലി സാമൺ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബർഗർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ സെഡ് ദി ബർഗർ വാസ് റിയലി അമേസിങ്. കാര്യം ഇതൊരു കൂടുതലും മീറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോ കാലറി ആയിട്ടുള്ള ബർഗർ ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് മയോയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ലേശം വെജിറ്റബിൾസ്, കൂടുതൽ മീറ്റ്. ആൻഡ് സാമൺ അത് ഒന്നും പറയാനില്ല. കാര്യം അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസിപ്പി വീഡിയോ ഇടാം. ഇതിന് ഞാൻ മോർ ലൈക്ക് എനിക്ക് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് കൺവേ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരി, ബായ്.